ഫലസ്തീൻ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധിനിവേശത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ബെത്ലഹേമിന് സമീപമുള്ള എറ്റ്സിയൻ മേഖലയിലെ 988 ഏക്കർ ഭൂമിയാണ് തങ്ങൾ കൈവശപ്പെടുത്തുന്നതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഇവിടെ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും ഈ ഭൂമിയിൽ അവകാശമുള്ളവർ 45 ദിവസത്തിനുള്ളിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നും ഇസ്രായേൽ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒലിവ് മരങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ കൃഷി നടത്തുന്ന സ്ഥലമാണ് ഇത്. ഗസ വെടിനിർത്തലിന് ശേഷം സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ പുതിയ പ്രകോപനം. മനുഷ്യാവകാശ സംഘടനകളിലെയും മറ്റും വ്യാപക പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു. നീക്കത്തെ വിമർശിച്ച് ഇസ്രായേലിന്റെ ധനമന്ത്രി തന്നെ രംഗത്തെത്തി. ഇത്രയും വലിയ കുടിയേറ്റത്തിന് പറ്റിയ സന്ദർഭമല്ല ഇതെന്നാണ് ധനമന്ത്രി യായിൽ ലാപിഡിന്റെ വിമർശം. നടപടി അമേരിക്കയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന് ലാപിഡ് പറഞ്ഞു. שקולה יותר ולא לייצר מריבות מיותרות עם ארצות הברית ועם הקהילה הבינלאומית. എന്നാൽ വിദേശകാര്യമന്ത്രി അവിഗ്ദോർ ലിബർമാൻ അധിനിവേശത്തെ ന്യായീകരിച്ച് രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ 1.